ഫഇൻ കുൻത നീയാണെങ്കിൽ മുരീദൻ ലിൽ ആഖിറത്തി നീ ആഖിറത്തിനെ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ വത്വാലിബൻ ലിൻ നജാത്തി ആഖിറത്തിലുള്ള രക്ഷയെ തേടുന്നവരുമാണെങ്കിൽ വഹാരിബൻ മിനൽ ഹലാക്കിൽ അബദിയി കാലാകാലമുള്ള നാശം വിഫത്ത് ഇതിനെ തൊട്ട് ഓടിപ്പോകുന്നവരുമാണ് എങ്കിൽ അങ്ങനെ ആഗ്രഹമുണ്ടോ, അങ്ങനെ ഉദ്ദേശമുണ്ടെങ്കിൽ ഇതാ ഞാൻ പറഞ്ഞുതരാം. ഫസ്തഖിൽ നീ ജോലിയായിക്കോ ശുഗ്ലായിക്കോ ബി ഇൽമിൽ ഇലലിൽ ബാത്തിനതി വ ഇലാജിഹാ ആത്മീയമായ എന്തെല്ലാം രോഗങ്ങളുണ്ടോ ആ രോഗത്തിനെ കുറിച്ചുള്ളൊരു അറിവ് വേണം. അതിനുവേണ്ട ചികിത്സ എന്താണോ ആ ചികിത്സ കൊണ്ടുള്ള അറിവ് വേണം. ഇത് രണ്ടു കുറിച്ചുള്ള അറിവ് നിനക്ക് വേണം. അതോട് ജോലിയായിക്കും. ആത്മീയ ശുദ്ധീകരണം നടത്തുവാനുള്ള അറിവെന്ത്, അതിന്റെ ചികിത്സ എന്നതൊക്കെ പഠിച്ചോന്നർത്ഥം. അത് എങ്ങനെ? അലാമ ഫസൽനാബി റുബുൽ മുഹ്ലിക്കാത്ത്, റുബുൽ മുഹ്ലിക്കാത്ത് എന്നൊരു ഭാഗം ഇതിലുണ്ടല്ലോ, അതിൽ അത് വേണ്ടതുപോലെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതനുസരിച്ചൊക്കെ പഠിച്ചോളാം. സുമ്മ യൻജറു ബിക ദാലിക അങ്ങനൊക്കെ ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പഠനം, ആ ഒരു ജോലി നിന്നെ വലിച്ചു കൊണ്ടുവരും. എവിടേക്ക് വലിച്ചു കൂട്ടും? ഇലൽ മഖാമാത്തിൽ മഹ്മൂദത്തി വാഴ്ത്തപ്പെടാൻ പറ്റുന്ന സ്ഥാനം കണ്ട് അവിടേക്ക് വലിഞ്ഞു കൂട്ടും. എവിടെ പറയപ്പെട്ടത്? അൽ മദ്കൂറത്തി ബി റുബുൽ മുൻജിയാത്ത്. റുബുൽ മുൻജിയാത്ത് എന്ന് പറയുന്ന ഒരു ഭാഗവും ഇതിലുണ്ട്. അതിൽ വിശദീകരിക്കപ്പെട്ടതായ പറയപ്പെട്ട മഹമൂദായ മഖാമുണ്ട്. അവിടേക്ക് ഈ പറയുന്ന അറിവുണ്ടായാൽ നിന്നത് വലിച്ചുകൂട്ടി അവിടെ എത്തിക്കും. ലാ മഹാലത്ത യാതൊരു സംശയം അക്കാര്യത്തിൽ വേണ്ട, റെഡി ആയിക്കോന്ന്. കാരണം ഇനി പറയാം. വഇന്നൽ ഖൽബ ഹൃദയം എന്ന് പറയുന്ന സാധനം, നിശ്ചയം, ഇദാ ഫറഅ മിനൽ മദ്മൂമി മോശമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, ചീത്തയായി എണ്ണപ്പെടുന്ന ഏതെല്ലാം വിപത്തുകളുണ്ടോ അതിൽ നിന്നെല്ലാം മനസ്സ് ഒഴിവായി വരികയാണെങ്കിൽ ഇംതലഅ ബിൽ മഹ്മൂദ് എന്നാ പിന്നെ ചീത്തൊക്കെ പോയി മഹ്മൂദായി വാഴ്ത്തപ്പെടാൻ പറ്റുന്ന കാര്യം ഏതോ അതുകൊണ്ട് ഹൃദയം നിറഞ്ഞു. ഒരു ഭൂമി എടുക്കാൻ നോക്കാലോ. ഭൂമി നോക്ക്. വൽ അർള് ഭൂമിയാകുന്നത് ഇതാ നുഖിയത്ത് ആ ഭൂമിയെ ശുദ്ധീകരിക്കപ്പെടുകയാണെങ്കിൽ എന്തിനെ തൊട്ട്? മിനൽ ഹശീഷി പുല്ലുകളെ തൊട്ട്. അവിടെ കളകളുണ്ടാവും. അതിനെ തൊട്ട് ഭൂമിയെ ശുദ്ധീകരിക്കപ്പെടുകയാണെങ്കിൽ നബത ഫീഹ ആ ഭൂമിയിൽ മുളച്ചുണ്ടാവുന്നതാണ് അസ്നാഫു സർഇ വറയാഹീൻ നല്ല സുഗന്ധമുള്ള ചെടികളും അതുപോലെ കൃഷിയുടെ പല ഇനങ്ങളും എന്തുണ്ടാവും? ആ ഭൂമിയിൽ മുളച്ചു പൊന്തും. കളകളൊക്കെ മറിച്ചു മാറ്റിയാൽ. വഇല്ലം തഫറഅ മിൻ ദാലിക ഈ പറഞ്ഞ കളകളെയോ പുല്ലിനെയോ വേണ്ടാത്ത ഏതെല്ലാം അവശിഷ്ടങ്ങളുണ്ടോ മോശമായത് അതിനെ തൊട്ടൊന്നും ഭൂമി ഒഴിവായിട്ടില്ല എന്ന് വെച്ചോ, നാലം തമ്പുത് ദാലിക്ക നല്ല ചെടികളോ അല്ലെങ്കിൽ നല്ല കൃഷി ഇനങ്ങളൊന്നും അവിടെ മുളക്കൂലല്ലോ. തുമ്പിത്തുതാക്ക അതിനെന്താവൂല, ഭൂമി മുളപ്പിക്കില്ല. അപ്പൊ ഭൂമി എന്താണ്? ആ അശണ്ടകളൊക്കെ ഒഴിവായി മാറും എന്നതുപോലെയാണ് ഹൃദയം. അപ്പൊ ഹൃദയമാവുന്ന ഭൂമി, ആ ഭൂമിയിൽ ചീത്തയാവുന്ന പുല്ലുകളുണ്ട്, കളകളുണ്ട്. അതെല്ലാം അങ്ങോട്ട് പറിച്ചു മാറ്റിയാൽ അവിടെ ഈമാനാകുന്ന മഅരിഫത്താകുന്ന നല്ല നല്ല കൃഷികളും നല്ല വിളകളും അവിടെ ഉണ്ടാവും. വലാ തസ്തഖിൽ അപ്പോ ആകത്തുക പറഞ്ഞ നിനക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെ നീ ജോലിയാവണ്ട. ബി ഫുറൂദിൽ കിഫായത്തി സമൂഹ കടപ്പാടുമായി ബന്ധപ്പെടുന്ന ഏതെല്ലാം കാര്യമുണ്ടോ അതുകൊണ്ടൊന്നും നീ ജോലിയാവാൻ നിൽക്കണ്ട. ഫറള് കിഫ കൊണ്ട് നർത്ഥം. ലാ സിയ്യമ പ്രത്യേകിച്ചും നീ എന്താവണ്ട, ജോലിയാവണ്ട. എത്തരത്തിൽ സുംറത്തിൽ ഖൽഖി സൃഷ്ടിയുടെ കൂട്ടത്തിലുണ്ട് മൻ ഒരുത്തൻ അത് കാമബിഹ ഈ പറള് കിഫ കൊണ്ട് നിലനിന്നു പോരുന്ന നിറവേറ്റുന്ന ഒരാള് സമുദായത്തിന്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ പ്രത്യേകിച്ചും നീ തുനിയണ്ട. കാരണം എന്താ? വഇന്ന മുഹ്ലിക നഫ്സിഹി നിശ്ചയമായിട്ടും അവന്റെ ഹൃദയത്തെയും അവന്റെ മനസ്സിനെയും ശരീരത്തെയും നശിപ്പിക്കുന്നത് ഫീമ ഒന്നിൽ എങ്ങനത്തൊന്ന് ബിഹി ആ ഒന്നുകൊണ്ട് സ്വലാഹു വൈരിഹി മറ്റുള്ളവർക്ക് നന്മയാണ് ആ ഒന്നിലുള്ളത്.
മറ്റുള്ളവർക്ക് നന്മ ചെയ്യലാണ് ഫർള് കിഫ എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ജോലിയായിട്ട് സ്വന്തം ശരീരത്തെയും മനസ്സിനെയും നശിപ്പിച്ചു കളയുന്നവൻ സഫീഹുൻ, അവൻ വിഡ്ഢി എന്നാ പറയാ. അവൻ സ്വന്തം ശരീരം നന്നാക്കി എടുക്കണ്ടേ, എന്നിട്ടല്ലേ മറ്റുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടത്. മറ്റുള്ളവർക്ക് ശ്രദ്ധിച്ച് നന്നാക്കി കൊടുത്ത് അവനാൻ അങ്ങ് പാപ്പരനായി പോവുക, അത് വിഡ്ഢിത്തത്തിന്റെ സ്വഭാവമാണെന്ന്. ഒരു മനുഷ്യന്റെ വിഡ്ഢിത്തം, അവന് ഇത്ര ശക്തമാക്കിയ വസ്തു എന്താണ് ആ വിഡ്ഢിത്തം? എങ്ങനത്തെ മനുഷ്യൻ? ദഖലത്തിൽ അഫായി വൽ അകാരിബു, പാമ്പുകളും തേളുകളും അതാ കടന്നുപോയി. താഴത്ത് സിയാബിഹി, അവന്റെ വസ്ത്രത്തിന്റെ അടിഭാഗത്ത് പാമ്പുകളും തേളുകളുമുണ്ട്. വഹമ്മത്ത് ബി ഖതിലിഹി, ആ പാമ്പുകളും തേളുകളും അതാ അവനെ കൊല്ലാൻ വേണ്ടി കരുതിയിരിക്കുന്നു. വഹുവ, എത്തരത്തിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ ചങ്ങായി എത്തിലുപോ അവൻ തേടുന്നു എന്തിന്? മിതബത്തൻ, ഒരു ഈച്ചയെ. അതാ മറ്റുള്ളവരെ തൊട്ട് മേത്തിരിക്കുന്ന ഈച്ചയുണ്ട്. ആ ഈച്ചയെ എന്തുകൊണ്ട് ആട്ടാൻ പറ്റുമോ അങ്ങനെ ആട്ടിവിടാൻ പറ്റുന്നതായ ഒരു ആയുധം എന്ന് പറഞ്ഞാൽ അതിന് പേര് ഫ്ല എന്ന് പറയാം, വിസ്ക് എന്നും പറയാം. ഇങ്ങനെയുള്ള സാധനം തേടി നടക്കുന്നവനാണ് അവൻ. മിമ്മൻ ഒരുത്തരിൽപ്പെട്ടവനാണ്. ലാ യുഗ്നീഹി, അതവൻ ആവശ്യമില്ല. വലാ യുൻജീഹി, അതവൻ രക്ഷപ്പെടുത്തുകയുമില്ല. മിമ്മായി ഉലാഖിഹി, ഇപ്പോൾ അവൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒന്നിനെ തൊട്ട്. അതെന്തിനാലാണ്? മിൻ തിൽക്കൽ ഹയ്യാത്തി വൽ അഖാരിബ്, പാമ്പുകളും തേളുകളും അവന്റെ വസ്ത്രത്തിന്റെ അടിയിലുണ്ടായിരിക്കെ അതവനെ കൊല്ലാൻ വേണ്ടി വന്നിരിക്കുന്നു. അതിനെ കൊല്ലാനോ അത് തടുക്കാനോ നോക്കാതെ മറ്റുള്ളവരുടെ ദേഹത്തിരിക്കുന്ന ഈച്ചയാട്ടാവളിൽ പണി നോക്കുന്നവനാണിവൻ. ഇവൻ വിഡ്ഢിയല്ലേ? ഇദാഹമ്മത്ത് ബിഹി, ഇവനെ കൊണ്ട് ആ പാമ്പുകളും തേളുകളും കരുതിയാൽ അവയെ തൊട്ട് രക്ഷപ്പെടാൻ ഈ ചങ്ങായി കഴിയോ? കാരണം ഇവന്റെ ദേഹത്തിരിക്കുന്ന പാമ്പിനെയും തേളും ഒഴിവാക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ ദേഹത്തിരിക്കുന്ന ഈച്ച എന്താണോ അതിനെ ആട്ടാളെ പണിയാണ് ഇവൻ നോക്കുന്നത്. ഇവന്റെ കാര്യം അപകടമാണ്. ഇത്രയൊരു വലിയൊരു വിഡ്ഢി ആരാണ് എന്ന് പറഞ്ഞതുപോലെയാണ് സ്വന്തം കാര്യം ശ്രദ്ധിക്കാതെ മറ്റുള്ള കാര്യം മാത്രം ശ്രദ്ധിച്ച് നടക്കൽ വിഡ്ഢിത്തരമാണ് എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് ഫർള് ഐനായ കാര്യം നിറവേറ്റാൻ നോക്ക്. കാരണം സമൂഹത്തിൽ വേറെ ആളുകൾ അതിനുണ്ടല്ലോ. ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതിലും അതിനെ സംസ്കരിക്കുന്നതിൽ നിന്നും നീ വിരമിച്ചാൽ, അങ്ങനെ ഖദർത്ത, നിനക്ക് ആവതുണ്ടാവുകയും ചെയ്താൽ, അലാത്തർക്ക് ലാഹിറുൽ ഇസ്മി വബാത്തിനിഹി, കുറ്റത്തിൽ പരസ്യമായ കുറ്റമുണ്ട്, രഹസ്യമായ കുറ്റമുണ്ട്. അതൊക്കെ ഉപേക്ഷിക്കുവാൻ നിനക്ക് കഴിയുമെങ്കിൽ അങ്ങനെ കഴിയുമെങ്കിൽ വസാറദാലിക്ക, അതാവുകയും ചെയ്തു. എന്തായി? ദൈദനൻ ലക വആദതൻ മുതയസ്സിറതൻ ഫീക, നിന്നിൽ എളുപ്പമായി വരുന്ന പതിവും അതുപോലെ ചിട്ടയും ഇതൊക്കെ അതായി മാറുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ വമാ അബ്അദ ദാലിക മിൻക, അതെല്ലാം നിന്നെ തൊട്ട് വിദൂരത്താക്കാൻ പറ്റുന്ന ഏതൊക്കെയുണ്ടോ അതൊക്കെയായി മാറുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഒക്കെ പറ്റുമെങ്കിൽ എന്നാ പിന്നെ കുഴപ്പമില്ല. ഫസ്തഇൽ ബിഫുറൂദിൽ കിഫായാത്തി, എന്നാ പിന്നെ ഫർള് കിഫകളെ കൊണ്ട് നിനക്ക് ജോലിയാവാം. കാരണം ഇതൊക്കെ ഇവിടെ റെഡിയാണല്ലോ എന്റെ കാര്യങ്ങളൊക്കെ. ആ ഫർള് കിഫകൾ ക്രമീകരണങ്ങളും കടത്തലുകളും എന്തൊക്കെയുണ്ടോ അതൊക്കെ എനിക്ക് സൂക്ഷിച്ചു നോക്കാം. ഇങ്ങനെയൊക്കെ ചെയ്തോ. അങ്ങനെ ഫർള് കിഫകളെ കൊണ്ട് ജോലിയാവുകയാണെങ്കിൽ നീ തുടങ്ങിക്കോ. ബികിതാബില്ലാഹി തആല, അള്ളാന്റെ കിതാബ് കൊണ്ട് തുടങ്ങിക്കോ, പഠിച്ചോ. സുമ്മ ബിസുന്നത്തി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ മുത്തുനബി നമ്മുടെ സഹിഹ ഹദീസ് കൊണ്ട് പഠിച്ചോ. സുമ്മ ബി ഇൽമി തഫ്സീർ, പിന്നെ ഇൽമു തഫ്സീർ കൊണ്ട് ജോലിയായിക്കോ. വസായിരി ഉലൂമുൽ ഖുർആൻ, ഖുർആന്റെ മറ്റ് ഏതെല്ലാം ഇൽമുകളുണ്ടോ അത്തരം ഇൽമുകളെ കൊണ്ടൊക്കെ ജോലിയായിക്കോ. അതെന്തിനാലാണ്? മിൻ ഇൽമിൻ നാസിഖി, ദുർബലപ്പെടുത്തുന്ന ഇൽമ്, വൽ മൻസൂഖി, ദുർബലപ്പെട്ട വിജ്ഞാനം, വൽ മഫ്സൂൽ, വിശദീകരിക്കപ്പെട്ടത്, വൽ മൗസൂൽ, ചേർക്കപ്പെട്ടത്, വൽ മുഹക്കം, ഉറപ്പിക്കപ്പെട്ടത്, വൽ മുതശാബി, തിരിച്ചറിയാത്തത്.
ഇങ്ങനെ കുറിച്ച് പഠിക്കാൻ പറ്റും ഏതെല്ലാം ഉണ്ടോ അതുകൊണ്ടൊക്കെ ജോലി ചെയ്യിക്കും. ഇതൊക്കെ പറഞ്ഞത് ഇവയാണല്ലോ. അപ്പൊ ഗദാലിക്ക അപ്രകാരം തന്നെയാണ് സുന്നത്തി ഹദീസിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. ശ്രദ്ധിച്ചോ. അത് കഴിഞ്ഞിട്ട് സുമ്മസ്തയിൽ ബിൽ ഫുറുഇ, പിന്നെ ശാഖകൾ, അതുകൊണ്ട് ഇനി ജോലിയായിക്കും. ഈ ശാഖകൾ എന്ന് പറഞ്ഞാൽ ഇൽമുൽ മദ്ഹബി, അത് മദ്ഹബിന്റെ ഇൽമാണ്. ആ മദ്ഹബിന്റെ ഇൽമ എന്തിനാൽ? മിൻ ഇൽമിൽ ഫിഖ്, ഫിഖിന്റെ ഇൽമിനാൽ. അതാണ് നീ പഠിക്കേണ്ട കർമ്മം ശരിയാവാനുള്ള വിധികൾ, അത് പഠിക്കാം. ദൂനൽ ഖിലാഫ്, അതിൽ അഭിപ്രായങ്ങളുണ്ട്, അതൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല. അത് കഴിഞ്ഞാൽ പിന്നെ സുമ്മബി ഉസൂൽ ഫിഖ്, പിന്നെ ഫിഖിന്റെ അടിസ്ഥാനം എന്ത്, അതുകൊണ്ട് ജോലിയായിക്കാം. കഥ അങ്ങനെയാണ്. പോട്ടെ ഇലാ ബഖിയത്തുൽ ഉലൂമി, മറ്റുള്ള വിജ്ഞാനം എന്തൊക്കെയുണ്ട് അതൊക്കെ എടുത്തോ. അലാമ യത്തസിലുൽ ഉംർ, ആയുസ് സൗകര്യപ്പെടുന്ന വിശാലമാവുന്ന കണക്കനുസരിച്ച് ഒക്കെ ചെയ്തോ. വയുസായിദ് ഫീൽ വഖത്ത്, ടൈം എന്താണെന്നറിയാമോ? ആ ആയുസിൽ ടൈം എന്താണ് സഹായിക്കുകയും ചെയ്യും. വയുസായിദ് ഫീൽ വഖത്ത്, ആ ആയുസ് ടൈമിന് എന്താണെന്നറിയാമോ? ആയുസിൽ ടൈം അങ്ങനെ. വയുസായിദുൽ ഫീഹിൽ വഖത്ത, അപ്പൊ മറ്റുള്ള ഇൽമുകൾ കഴിവനുസരിച്ചില്ല, ആയുസിനനുസരിച്ച് ആ ആയുസിൽ എന്താണെന്ന് പറയുമ്പോൾ സമയത്തെ സഹായിക്കുകയും ചെയ്യും. അങ്ങനെ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ വരും. ആയുസിന് വിശാലമാവുന്നൊക്കെ എന്തുണ്ട് അതൊക്കെ പഠിച്ചുണ്ടാക്കിക്കോ. വലാ തസ്തഗ്രിക് ഉംറക, നിന്റെ വയസ്സിനെ നീ മുക്കിക്കൊല്ലരുത്. ഫീ ഫന്നിൻ വാഹിദിൻ, ഒരേ ഒരൊറ്റ മിൻഹ, ഈ പറഞ്ഞ ഇൽമുകളിൽ നിന്ന് ഒരേ ഫന്നിൽ മാത്രം, ഇൽമി തഫ്സീറിൽ മാത്രം, അല്ലെങ്കിൽ സുന്നത്തിൽ മാത്രം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൽമിൽ മാത്രം, അങ്ങനെ നീ ഉൾപ്പെടുത്തി നിൽക്കണ്ട. മുഴുവൻ അതിൽ തന്നെ നീ മുക്കിക്കളയരുത്. ത്വലബുൽ ഇസ്തിഖ്സായി, അതിന്റെ അങ്ങേ അറ്റത്തേക്ക് എത്താൻ വേണ്ടി ആ അങ്ങേ അറ്റത്ത് തേടിക്കൊണ്ടാണ് ആ പണി എടുക്കണം. അത് ചെയ്യണ്ട. കാരണം ഇന്നൽ ഇൽമ കസീറുൻ, എത്ര നോക്കിയിട്ടും കാര്യമില്ല, ഇൽമ എത്രയോ അധികമാണ്. വൽ ഉംറ ഖസീർ, വയസ്സ് കുറവാണ്, കുറഞ്ഞ ആയുസല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാ മേഖലയിലും ഒന്ന് പഠിക്കാൻ നോക്കിക്കോ. വഹാദിഹിൽ ഉലൂം, ഈ പറഞ്ഞ ഇൽമുകളൊക്കെ ആലാത്തുൻ, ആയുധങ്ങളാണ്. മുഖദ്ദിമാത്തുൻ, മുഖദ്ദിമുകൾ, മുഖവുരകളുമാണ്. ഇതിൽ നിന്നാണ് മറ്റൊക്കെ തേടിയെടുക്കേണ്ടത്. ഓലൈസത്ത് മത്തുലൂബത്തല്ലി ഐനിക, ഇതൊന്നും ഒരു സ്വന്തം തടിക്ക് അത് അതിന്റെ ഐനി എന്ന നിലക്ക് തേടപ്പെട്ടതല്ല. ബൽ പിന്നെ വലിയ വൈരിയ, അതുകൊണ്ട് മറ്റൊരു ഇൽമ കിട്ടും, ആ നിലക്കാണ് ഇതിനെ തേടുന്നത്, അതിനായിട്ട് തേടുന്നതല്ല. കൊല്ലുമായി ഉത്തലബിന് വൈരികി, ഈ ഇൽമ ഐനിയായിട്ടില്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് വേണ്ടി തേടും. ഇപ്പൊ നഹ്വ്, അതുപോലെ മന്തിക്ക് മആനൊക്കെ വേണ്ടതാണല്ലോ, അറബി കലാമിലൊക്കെ ഉണ്ടല്ലോ, ഖുർആനൊക്കെ ശരിയാവണമെങ്കിൽ. അപ്പൊ ഇതൊക്കെ ആവശ്യമാണ്. സ്വന്തം നിലക്ക് മന്തിക്ക് പഠിക്കലൊന്നും പറഞ്ഞതല്ല, പക്ഷേ മറ്റൊന്നിലേക്ക് ഇത് ആവശ്യമായി വരുമ്പോ ഇത് പഠിക്കണം. അങ്ങനെ തേടപ്പെടുന്ന എല്ലതും ഫലായംബഗി, അപ്പൊ അത്യാവശ്യം യോജിച്ചതല്ല. അൻസിയഫീൽ മത്തുലു, അത്തരം കാര്യങ്ങളിൽ തേടപ്പെട്ടതെന്താണോ അത് ഇവൻ മറക്കാൻ പാടില്ല. എന്നാ മിൻഹു, അതിൽ അവൻ അധികമായി തേടലും പാടില്ല. അധികമായി തേടുക എന്നുള്ളതും യോജിച്ചതല്ല, തേടപ്പെട്ടത് മറക്കലും യോജിച്ചതല്ല. അതുകൊണ്ട് പറയട്ടെ, അപ്പോ ലുഗത്തുപരമായി കിട്ടുന്ന ഇൽമുൽ ലുഗത്തുണ്ട്, അതിൽ വ്യാപകമായി നിൽക്കുന്ന ഏതാണോ അതിന് ചുരുക്കിക്കോ. അലാമ, ഒന്നിന്റെ മേൽ, തഫ്ഹമുമിൻഹു, ആ ഒന്നിൽ നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. കലാമൽ അറബി, അറബി കലാമ് തിരിയും, ആ രൂപത്തിൽ കുറച്ച് ഭാഷ പഠിച്ചാൽ മതി. തന്തിഖ് ബിഹി, അതുകൊണ്ട് നിനക്ക് സംസാരിക്കാനും പറ്റും. ആ രീതിയിലുള്ള കുറച്ച് ഇൽമുൽ ലുഗത്ത് പഠിക്കാം. വമിൻ ഗരീബിഹി, ആ ലുഗത്തിൽ ഇൽമില് കുറച്ച് ഗരീബായതുണ്ടാകും. അതും തന്നെ അലാ ഗരീബിൽ ഖുർആനി, ഖുർആന്റെ ഗരീബായതുണ്ട്. ഗരീബിൽ ഹദീസ്, ഹദീസിലും ഗരീബായതുണ്ട്. അപ്പൊ അങ്ങനത്തിലൊക്കെ ആവശ്യമായി വരുന്ന ഗരീബുണ്ട്, അത് പഠിച്ചോ ഇൽമുൽ ലുഗത്തിൽ. ബിഹി, ഇൽമുൽ ലുഗത്തിൽ വളരെ ആഴത്തിലേക്ക് ചെല്ലുണ്ട്, ആ പണിയൊന്നും വേണ്ട, അതിന് സൂക്ഷിച്ചാൽ മതി, അത് ഒഴിവാക്കിക്കളാം. നഹവി, നഹവിന്ന് നീ ചുരുക്കിക്കളാ. അലാമായൽ കിതാബി വസുന്നത്തി, കിതാബ് സുന്നത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അറിവുണ്ട് നഹവില്, അത് അത്യാവശ്യമുള്ള മാത്രം എടുത്താൽ മതി, തോനെ പോവണ്ട. ഫമ മിൻ ഇൽമിൻ ഇല്ലാ വലവ് ഖിസാറുൻ വഖിസാദുൻ വസ്തിഖ്സാറുൻ, ഇങ്ങനെ മനസ്സിലാക്കിയപ്പോൾ ഏതൊരു ഇൽമും ആ ഇൽമിന് ഒരു ചുരുക്കലുണ്ട്, ഒരു മധ്യമുണ്ട്, ഒരു അറ്റമുണ്ട്, ഒക്കെ മനസ്സിലായല്ലോ. ഇതില് അത്യാവശ്യമുള്ള എടുക്കാം. വനഹനു നുഷീറു ഇലൈഹ, ഈ പറഞ്ഞ മൂന്നെണ്ണത്തിലേക്ക് നമ്മൾ ചൂണ്ടുന്നു.
എന്ത് ഫിൽ ഹദീസി വത്തഫ്സീരി വൽ ഫിഖി വൽ കലാമി എന്നിത്യാദി കാര്യങ്ങളിലൊക്കെ ഈ മൂന്നെണ്ണത്തിലേക്കാണ് നമ്മൾ ചൂണ്ടുന്നത്. അവ ഹദീസിലും തഫ്സീറിലും ഫിഖിലും ഇൽമുൽ കലാമിലൊക്കെ ഇഖ്തിസാർ വേണ്ടതുണ്ട്, ഇഖ്തിസാദ് വാദമുണ്ട്. അതെടുക്കുക. എന്തിന്? ലിതഖീസ ബിഹാ ഗൈറഹ, ഈ പറഞ്ഞ ഇൽമുകളോട് മറ്റുള്ള ഇൽമുകളുടെ ഖിയാസാക്കാൻ വേണ്ടി, തുലനപ്പെടുത്തുവാൻ വേണ്ടി എന്നാണ്. അങ്ങനെ വരുമ്പോൾ വൽ ഇഖ്തിസാറു ഫി തഫ്സീരി, അപ്പൊ തഫ്സീറിലെ ചുരുക്കം മാ യബ്ലുഗു ഒന്നാണ്. എങ്ങനൊന്ന്? യബ്ലുഗു ആ ഒന്ന് എത്തി, അല്ലെങ്കിൽ യുബല്ലിഗു ആ ഒന്ന് എത്തിക്കും. എന്ത്? ളുഫൽ ഖുർആനി ഫിൽ മിഖ്ദാർ, കണക്കിലും സ്ഥാനത്തിലുമൊക്കെ ഖുർആന്റെ ഇരട്ടി. ആ ഖുർആന്റെ ളുഫ് എന്താണോ ആ ളുഫിന് എന്താ? ളുഫ് എന്ന് പറഞ്ഞാൽ ദുർബലതയായിരിക്കും. അപ്പൊ ആ ദുർബലത എത്തിക്കുന്ന ഏതുണ്ടോ? ദുർബലത അല്ല, ളുഫല്ല, ളുഫല്ല. അപ്പൊ ളുഫൈക്കാർ ഇരട്ടി എന്ന് മനസ്സിലാക്കാം. അപ്പൊ കണക്കിൽ ഖുർആന്റെ ളുഫ് എന്താ? ഇരട്ടി എത്ര വരുമോ ആ ഇരട്ടിക്ക് എത്താൻ പറ്റുന്നത് മാത്രം എടുത്ത് ചുരുക്കിയാൽ മതി. കമാ സന്നബു, അങ്ങനെ ഒരു കിതാബ് ഉണ്ടാക്കിയതുപോലെ അലിയുൽ വാഹിദിന്റെ ഇസാബൂരി എന്ന് പറഞ്ഞ ഒരാൾ കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓഹുവൽ വജീസു, അതാണ് വജീസ്. അപ്പൊ അതിൽ നോക്കിയാൽ ഖുർആൻ എന്താണ് വേണ്ടത് മാറി കിട്ടും. അത് ഇഖ്തിസാർ. വൽ ഇഖ്തിസാദു, ഇനി ഇഖ്തിസാദ് ഉണ്ട് തഫ്സീറിൽ. അത് മാ യുബല്ലിഗു, അല്ലെങ്കിൽ മാ ഒന്നിലെ യബ്ലു, അത് എത്തും. തലാസത്ത് അൽആബിൽ ഖുർആനി, ഖുർആനിന്റെ ഇരട്ടികള്. അപ്പൊ ഖുർആന്റെ 3 ഇരട്ടിക്ക് എത്താൻ പറ്റുന്ന രീതി ഉണ്ടാവും. അപ്പൊ മറ്റോടത്ത് മാ യബ്ലുഗു തന്നെ മതിയാകും. ളുഫൽ ഖുർആനി ഫിൽ മിഖ്ദാരി, കണക്കില് ഖുർആന്റെ ഇരട്ടിക്ക് എത്താൻ വരും. ഇവിടെ 3 ഇരട്ടിക്ക് എത്തുന്നത്. ആ ഒന്നിന്റെ മേൽ ചുരുക്കുക. ഇതാണ് ഇഖ്തിസാദ്. കമാ സന്നബു, അതിനെ ഉണ്ടാക്കിയതുപോലെ മിനൽ വസീത്ത് ബി, അതിന്റെ വിഷയത്തിൽ വസീത്ത് ഉണ്ട്. അങ്ങനെ വസീത്തിന്റെ മുസന്നിഫ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. വറാഅദാലിക, ഇത് രണ്ടും കഴിഞ്ഞു. അതിന്റെ അപ്പുറത്തുള്ളൊക്കെ ഇസ്തിഗ്സാവൻ, അറ്റത്തേക്ക് പോണതാണ്. മുസ്തഖനൻ അന്നു, അതിനെ തൊട്ട് ആവശ്യം തീർക്കപ്പെട്ടതാണ്. പല മറദ്ദലോ ഇലന്തികാൽ ഒമ്പ്. അപ്പൊ അതുകൊണ്ട് ആയുസ് കഴിയുന്നത് ഇത്തരം ഇൽമുകൾക്ക് വേണ്ടി ആയുസിൽ തള്ളിടാൻ പറ്റുമോ? പറ്റില്ല. ആയുസ് കഴിയുന്നത് അതിലേക്ക് തള്ളിടുന്ന പരിപാടി വേണ്ട. ഇങ്ങനെ ഇഖ്തിസാറും ഇഖ്തിസാദും മതി, ഇസ്തിഗ്സാവ് വേണ്ട. അമ്മൽ ഹദീസ്, അപ്പൊ ഹദീസോ പറയാം.